കൊച്ചിയിലാണ് എപ്പോഴും നമ്മൾ സിനിമയുടെ ഒരു ലൊക്കേഷനും എപ്പോഴും ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ ആദ്യം പറയുമ്പോൾ കൊച്ചിയാണ് നമുക്ക്. പക്ഷെ കോഴിക്കോട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകം. നമ്മൾ നേരത്തെ പാലക്കാടിൻ്റെ കാര്യം പറഞ്ഞ പോലെ കോഴിക്കോട് ഒരുപാട് നല്ല മനുഷ്യരുള്ളൊരു സ്ഥലമാണ്. ഓട്ടോറിക്ഷക്കാർ വരെ 1 രൂപയാണെങ്കിലും തിരിച്ച് നമ്മൾ അന്വേഷിച്ച് കൊണ്ടുവരുന്ന സ്ഥലം. ഒത്തിരി നല്ല നല്ല ആൾക്കാരുള്ള നല്ലൊരു സ്ഥലമാണ് കോഴിക്കോട്. കോഴിക്കോട് ഈ ഷൂട്ട് കാണാനും എത്രത്തോളം നിഷ്കളങ്കരായ ആൾക്കാർ ചുറ്റും കൂടുകയും വരികയും ഒക്കെ ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോഴിക്കോട് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ അവിടുത്തെ ക്രൗഡ് കണ്ടു കഴിഞ്ഞാൽ വളരെ ശ്രമകരമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ എവിടെയെങ്കിലും ഷൂട്ട് ചെയ്യുന്നതിനും വളരെ എളുപ്പമാണ്. നമ്മൾ അവിടെ ആ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ നാട്ടുകാരെ തന്നെ നിന്നിട്ട് കംപ്ലീറ്റ് മാറ്റി തരും. പ്രത്യേകിച്ച് ലാലേട്ടൻ വർഷങ്ങൾക്ക് ശേഷമാണ് ലാലേട്ടൻ അവിടെ ഷൂട്ട് ചെയ്യുന്നത്. കോഴിക്കോട് അത്ര ദിവസം താമസിച്ച് ഷൂട്ട് ചെയ്യുന്നത് ശരിക്കും. അല്ലെങ്കിൽ 1-2 ദിവസമൊക്കെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വർക്ക് ചെയ്ത ശ്രദ്ധയോ അങ്ങനെ എന്തൊരു സിനിമയാണ്. അപ്പോൾ ജനങ്ങളുടെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ബൈപ്പാസ് ഒരു ദിവസം ഞങ്ങൾ ഫുൾ ബ്ലോക്കായിപ്പോയി. ഈ ഷൂട്ട് ചെയ്തിട്ട് ആളുകൾ വണ്ടി നിർത്തി ഒരു എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ഡേയോളം ബ്ലോക്കായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അത്രയ്ക്ക് അത് അവരുടെ ലാലേട്ടനെ അല്ലെങ്കിൽ ഷൂട്ടിങ് കാണാനുള്ളൊരു ഇത് കൊണ്ടാണ്. പക്ഷേ നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അവരെല്ലാവരും മാക്സിമം സഹകരിക്കുന്നുണ്ടായിരുന്നു വണ്ടികൾ മാറ്റാൻ. പക്ഷേ അന്ന് അവിടെ ബ്ലോക്കായിപ്പോയി. എന്നാലും എല്ലാ ലൊക്കേഷനിലും അവർ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടേ ഇല്ല. അതുപോലെ കോഴിക്കോട്ടെ ഭക്ഷണം എല്ലാവർക്കും നിരവധി പ്രത്യേകതയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും ആർട്ടിസ്റ്റിക്കായിട്ട് വിഭവസമൃദ്ധമായിട്ട് എന്ത് ഭംഗി. ആദ്യമേ അവിടെ ഹോട്ടലുകളിൽ പോലും പോയി സെർവ് ചെയ്ത് ഈ ഒരു ഹോട്ടലുകൾ രാത്രി ഭക്ഷണം ഏറ്റവും കൂടുതൽ ഹോട്ടലുകൾ കഴിക്കുന്നത് കോഴിക്കോട് മാത്രമൊന്നും. ശരിക്കും ഒരു വൈകുന്നേരം ഡൈനൗട്ടിന് പോയി നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതൊരു വലിയ പ്രത്യേകത തന്നെയാണ് ശരിക്കും. കോഴിക്കോടിൻ്റെ നല്ല മനസ്സ് നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു. അതുകൊണ്ട് ലൊക്കേഷൻ ഫുഡും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു സിനിമയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം പ്രത്യേകിച്ചും ലേണിംഗ് ഫ്രം ലെസൺ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ആദ്യത്തെ സിനിമ ജനങ്ങൾ അറിഞ്ഞ് വീണ്ടും ആ മൗത്ത് പബ്ലിസിറ്റിയിൽ വർക്കൗട്ട് ആയ ഒരു സിനിമയാണ്. അപ്പം ഇതിനെന്തൊക്കെ അത്തരത്തിലൊരു പബ്ലിസിറ്റി ലാലേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫ് ഈസ് ഡൺ. എന്നാലും ഇതിന് ലാലേട്ടനായതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും നമ്മുടെ പ്രൊഡ്യൂസർ സോഫിയ അപ്പോൾ അതിലൊന്നും ഒരു പിശുക്കോ അല്ലെങ്കിൽ ഒന്നും കാണിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം പബ്ലിസിറ്റി എല്ലാം ടി വികളിലായാലും ചാനലിലായാലും അല്ലെങ്കിൽ ഫ്ലെക്സ് പോസ്റ്റേഴ്സ് എല്ലാം നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സമരം ഇങ്ങനെ നിൽക്കുന്നത് മാത്രമാണ് നമ്മുടെ ഒരു വലിയ വിഷയമായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ പ്രതിസന്ധി മാറി തിയേറ്ററിലേക്ക് എത്തണം. താരനിബിഡമല്ലാത്തൊരു സിനിമയാണ് ആദ്യത്തേത്. ഇപ്പോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച സിനിമ. ആ ഒരു സാറ്റലൈറ്റ് റേറ്റ് ഡിസ്കഷനൊക്കെ എങ്ങനെ പോയി? അല്ല, ഞാൻ പറഞ്ഞില്ലേ ഞാനിതൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ശരിക്കും. എല്ലാം പ്രൊഡ്യൂസറാണ്. അല്ല, കഴിഞ്ഞ പ്രൊഡ്യൂസറാണ് അത് ശരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് എന്നിലേക്ക് എത്തിച്ചില്ല പുള്ളി അത് തന്നെ സാറ്റലൈറ്റ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ റിലീസ് എത്തിച്ചത്. പബ്ലിസിറ്റി എല്ലാം മുടക്കി ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു 2.5 രൂപ അടുത്ത് ഫസ്റ്റ് കോപ്പി ആയെങ്കിൽ പിന്നെ ഒരു 10-60 ലക്ഷം രൂപ കൂടി മുടക്കിയിട്ടാണ് തിയേറ്ററിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് എനിക്ക് ആ ബുദ്ധിമുട്ട്, എനിക്ക് അത്രയും നല്ലൊരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ രണ്ടാമത് കിട്ടിയത് അതിലേറെ നല്ല പ്രൊഡ്യൂസറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് വേറെ ടെൻഷനുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവർ. അതുകൊണ്ട് സിനിമ ഷൂട്ടിങ് രണ്ടും ഈസി ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ സിനിമകളിൽ ഒരു പ്രൊഡ്യൂസറും സംവിധായകനും എന്ന് പറയുമ്പോൾ ചില സമയങ്ങളിലെങ്കിലും ഒരു സ്ഥലം ഇത് പ്രശ്നം ഒക്കെ വരാറുണ്ട്. അല്ല, ഞാനത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മളെ സിനിമ വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് തന്നെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ നമുക്ക് പക്ഷേ സിനിമയ്ക്ക് വേണ്ടതെല്ലാം വേണമെന്ന് നമ്മൾ നിഷ്കർഷിക്കാറുണ്ട്. കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് ക്വാളിറ്റി കോംപ്രമൈസ് എന്ന് പറയുന്ന സംഭവം അങ്ങനൊരു സ്വാരസ്യങ്ങളിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല എൻ്റെ 2 സിനിമയ്ക്കും ശരിക്കും പറഞ്ഞാൽ. രണ്ടുപേരും നല്ല പ്രൊഡ്യൂസർമാരായിരുന്നു. അതുകൊണ്ട് ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോഷ്യൽ മീഡിയ എത്രത്തോളം ഒബ്സർവ് ചെയ്യും, എത്രത്തോളം ഫോളോ ചെയ്യും? സോഷ്യൽ മീഡിയ ശരിക്കും എനിക്ക് ഏറ്റവും ഉപകരിച്ചത് വെള്ളിമൂങ്ങയ്ക്കായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോഷ്യൽ മീഡിയ ആണ് ശരിക്കും തിയേറ്ററിലേക്ക് ആളെത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ റിവ്യൂസ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയെ അന്നും ഇന്നും സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറഞ്ഞാൽ ഒരാൾ പോലും നെഗറ്റീവായിട്ട് ആ സിനിമയെക്കുറിച്ച് എഴുതിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നല്ല അഭിപ്രായം അത് ആയതുകൊണ്ടാണ്. എന്തായിരിക്കും എനിക്കത് സോഷ്യൽ മീഡിയ വളരെയധികം ഗുണം ചെയ്തു ആ സിനിമയ്ക്ക്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ പുതിയ നമ്മളെ ഇത് ചെയ്ത ഡയറക്ടേഴ്സിൽ ഇപ്പോൾ ലാൽ ജോസ് ആയാലും ബ്ലസ്സി സാറ്, അങ്ങനെ കുറേ നിരവധി ഡയറക്ടേഴ്സ്, ജിത്തു ജോസഫ്, രഞ്ജിത്ത് ശങ്കർ, അവരെല്ലാവരും അവരുടെ പേജുകളിൽ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്ത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു.
അത് സോഷ്യൽ മീഡിയ എനിക്ക് ആ സിനിമയ്ക്ക് വളരെയധികം ഗുണം ചെയ്ത സിനിമയാണ് വെള്ളിമൂങ്ങ. വെള്ളിമൂങ്ങ തിയേറ്ററിൽ പോയി കണ്ട ഒരു എക്സ്പീരിയൻസ്, കാര്യം സ്വന്തം സിനിമാറ്റോഗ്രഫി ചെയ്തപ്പോഴും പോയി കണ്ടിട്ടുണ്ട്. എന്നാലും വെള്ളിമൂങ്ങ ഞാൻ കാണുന്നത് എടപ്പള്ളി ലുലുവിലാണ് ശരിക്കും പറഞ്ഞാൽ. 10 മണിയുടെ ഷോയ്ക്ക് ആകെ 15 പേര് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഞാൻ സിനിമ കാണുമ്പോൾ അവിടുത്തെ നല്ല തിയേറ്ററാണ് ശരിക്കും, പക്ഷേ വല്ലാണ്ട് ഡാർക്കായിട്ട് സൗണ്ട് പോലും ക്ലാരിറ്റി ഇല്ലാതെയാണ് ഞാൻ ആ സിനിമ കണ്ടത്. ഇൻ്റർവെൽ വരെ ഞാൻ പിടിച്ചിരുന്നു. അപ്പോൾ ഇൻ്റർവെൽ വരെ ഈ 15 പുറകിലിരിക്കുന്ന 15 പേരും ഒരു റിയാക്ഷൻ ഇല്ലാതിരുന്ന സിനിമ കാണുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വല്ലാത്ത സങ്കടം തോന്നി. ഞാൻ ശരിക്കും അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ അവരെ വിളിച്ചിട്ട് നമുക്ക് ഇവിടെ കാണണ്ട, സിനിമ കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച്, എനിക്ക് ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ ശരിക്കും സരിതയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ സരിതയിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുറേ നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. അപ്പോഴും സിനിമ കാണുമ്പോഴും ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ സിനിമ ആ ഷോയ്ക്ക് ഉണ്ടായിരുന്നത് എൻ്റെ അഭ്യുദയകാംക്ഷികൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അവരും ഒരു ഉള്ളു തുറന്നുള്ള ചിരിയൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ. അല്ലെങ്കിൽ എൻ്റെ അസിസ്റ്റൻസ്, എൻ്റെ ഗ്രൂപ്പിലുള്ള എൻ്റെയും ജോജിയുടെയൊക്കെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ മാത്രമാണ് ആ ഷോയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഇത് വന്ന് ഇൻ്റർവെല്ലിന് വന്ന്, പക്ഷേ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും നമുക്കൊരു വിശ്വാസത്തിലേക്ക് വന്നില്ല. അപ്പോഴും അത് കഴിഞ്ഞപ്പോൾ സിനിമ തീർന്നപ്പോഴും ഏതാണ്ട് അതേപോലെ തന്നെ സിനിമ തീർന്നു. പക്ഷേ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു പോയി. ഇത് കഴിഞ്ഞ് ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിന്നു അടുത്ത ഷോയ്ക്ക് വേണ്ടി, മാറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. മാറ്റിക്ക് ഞാൻ അതിലും ഭീകരമായിട്ട കാഴ്ചയാണ്. ആകെ 12 പേരോ 15 പേരോ ഉണ്ടായുള്ളൂ മാറ്റിക്ക്. ഇതിനൊരു 60% ആളുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് ഷോയ്ക്ക് കുറച്ചുകൂടി ആളുണ്ടായത്. അങ്ങനെ ഓരോ ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ച രാത്രിയായി ഞാനൊന്ന് ചിരിച്ചു കിട്ടാൻ. ശനിയാഴ്ച രാത്രി 2 വർഷത്തിന് ആദ്യമായിട്ട് സരിത ഫുള്ളായി സെക്കൻഡ് ഷോയ്ക്ക്. സരിത എന്ന് പറഞ്ഞാൽ വലിയ തിയേറ്ററാണ്, ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്ന തിയേറ്റർ. ആ തിയേറ്റർ ഫുള്ളായപ്പോഴാണ് നമ്മളൊന്ന് ഉള്ളു തുറന്ന് ചിരിച്ചത് ശരിക്കും. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടിയിരുന്നില്ല. പിന്നെ 100-ാം ദിവസം ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ്, 111-ാം ദിവസം ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് അവസാനിപ്പിച്ചത് ശരിക്കും, എൻ്റെ ആഘോഷങ്ങൾ അവസാനിപ്പിച്ചത്. ഈ ആഘോഷങ്ങൾ 50, 100, 75, 125 എന്നൊക്കെ പറയും. പക്ഷേ ഒരു സംവിധായകൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ശരിക്കും ഇത് അത്രയും ദിവസത്തെ ഒരു ആഘോഷമാണോ, അത് പ്രൊഡ്യൂസറുടെ പോക്കറ്റ് നിറഞ്ഞിട്ടുള്ളൊരു ആഘോഷമാണോ ശരിക്കും നടത്തുന്നത്? അല്ല, ഇല്ലാതെ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി. ഞാൻ പറഞ്ഞത് നമ്മളുടെ സിനിമ, ഞാൻ ഒരു സിനിമ അങ്ങനെ ആഘോഷിച്ചിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അത് ഈ 100 ദിവസവും ഞാൻ ആഘോഷിച്ചു, അല്ലെങ്കിൽ 111 ദിവസവും ആഘോഷിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയ്ക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു. എൻ്റെ നാട്ടിലായാലും 75-ാം ദിവസം എൻ്റെ നാട്ടിലാണ് ആഘോഷിച്ചത്. ഏകദേശം വർക്ക് ചെയ്ത എല്ലാവരും നാട്ടിൽ വന്നിരുന്നു. മറ്റേ പെരുവനം കുട്ടന്മാരാർ, അങ്ങനെ കുറേ പ്രഗത്ഭരൊക്കെ ഉണ്ടായിരുന്നു. വലിയ കമൽ സാറുണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞു, അതൊന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത സംഭവമാണ്. ആഘോഷങ്ങൾ നല്ലതായിരുന്നു. എനിക്ക് ഏറ്റവും കൂടി എനിക്ക് ഇതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വളരെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസങ്ങളാണ് അതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റോപ്പ് വയലൻസിൽ നിന്ന് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ ആ ഒരു ടെക്നോളജി ഡിഫറൻസ് എങ്ങനെ കാണും? ടെക്നോളജി അത് ഇപ്പോൾ കുറച്ചും കൂടി വളരെ ഈസി ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ സിനിമ. പിന്നെ ഇപ്പോൾ നെറ്റ് തുറന്നാൽ നമുക്ക് സിനിമ പഠിക്കാൻ എളുപ്പമാണ്. പണ്ട് ഞാൻ സിനിമ തുടങ്ങിയത് മറ്റേ ഫിലിം ഉള്ളപ്പോഴാണ്. അതായത് ഞാൻ എൻ്റെ ആദ്യ സിനിമ ചെയ്യുന്നതും ശരിക്കും പറഞ്ഞാൽ 2C ക്യാമറ എന്ന് പറഞ്ഞ ക്യാമറയിലാണ്. ഫുൾ ഹാൻഡിൽഡ് ഷോട്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ. ആ സിനിമയുടെ ഒരു സ്വഭാവത്തിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ അതിൽ നിന്ന് ഇപ്പോൾ ഫുള്ളി ഡിജിറ്റൽ, ഇപ്പോൾ മൊബൈലിൽ വരെ ഷൂട്ട് ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഡിജിറ്റൽ ഇത്. നമ്മൾ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഏത് ടെക്നീഷ്യനായാലും ഏത് ഇതായാലും നമ്മൾ ഓരോ ദിവസവും കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോയാലേ സിനിമയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതൊരു വലിയ കാര്യം തന്നെയാണ്. ജോഷി സാറൊക്കെ ഇതുവരെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ജോഷി സാറിനെ പോലത്തെ അല്ലെങ്കിൽ സത്യനന്ദിക്കാടിനെ പോലെയൊക്കെയുള്ള ഡയറക്ടേഴ്സ് ഇപ്പോഴും ഈ കൊച്ചുകുട്ടികളുടെ കൂടെയും പിടിച്ചു നിൽക്കുന്നതെന്ന് വലിയ കാര്യം തന്നെയാണ്. സംവിധായകൻ്റെ ഒരു ട്രിക്കെന്ന് നമ്മളെപ്പോഴും പറയാറില്ല. കാര്യം അത് സിനിമ വിജയിക്കുമ്പോൾ സംവിധായകൻ്റെ കഴിവ്. പക്ഷേ സിനിമാറ്റോഗ്രാഫർ, ക്യാമറ ക്ലിക്ക് നമ്മളെപ്പോഴും ട്രിക്കെന്ന് നമുക്ക് കേൾക്കുന്ന വാക്കുകളാണ്. എത്രത്തോളം ഇത് ഫലപ്രദമാണ്? ഒരു ഉയരം കുറഞ്ഞ ആളെ ഉയരം കൂട്ടാനും അത്രയും ഭംഗിയില്ലാത്ത ആളെ ഭംഗി വെപ്പിക്കാനൊക്കെ കഴിയുമോ? ഒരു പരിധി വരെ. അത് നമ്മൾ ഉപയോഗിക്കുന്ന ആംഗിളുകൾ, ലൈറ്റിംഗ് പാറ്റേൺ, ലൈറ്റിംഗ് സ്റ്റൈൽ, ഇപ്പോൾ അല്ലെങ്കിൽ ഒരു എല്ലാം കൂടി ഒത്തിണങ്ങിയാലേ അത് നടക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ ജോമോനൊക്കെ. എനിക്ക് ഈ പുതിയ തലമുറയിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു ക്യാമറമാനാണ് ജോമോനൊക്കെ ചെയ്യുന്ന ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ പണ്ട് നമ്മൾ സന്തോഷ് ശിവൻ സാറൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത റെവല്യൂഷൻ നടത്തിയിട്ടുള്ളത് മലയാള സിനിമയിൽ തന്നെ. നമ്മൾ കാണാത്തൊരു ആംഗിളുകളും എല്ലാം. എനിക്ക് പുതിയ തലമുറയിൽ അത് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് ജോമോൻ ടി. ജോണാണ്.
എന്നെ ഞാനൊരു സിനിമോഗ്രാഫറായിട്ട് പോലും നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയ ചില സിനിമകളും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ആംഗിൾ അങ്ങനെ അല്ലെങ്കിൽ ഒരു ലെങ്തി ഷോട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യൂ എന്ന് പറയാം. അല്ല, ഷോട്ടുകളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. അവൻ ജോമോൻ ചെയ്യുന്ന ഓരോ സിനിമയ്ക്കും ഓരോ പ്രത്യേക പാറ്റേണിലൂടെയാണ് ജോമോൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലാൽ ജോസ് ഡയറക്റ്റ് ചെയ്തൊരു പൃഥ്വിരാജിൻ്റെ പടം ഉണ്ടല്ലോ, അത് അയാളും ഞാനും തമ്മിൽ എന്നുള്ള അതെ ആ സിനിമ. അത് എനിക്ക് തോന്നുന്നു ജോമോൻ്റെ ഏറ്റവും നല്ല വർക്കുകൾ, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും നല്ല വർക്കുകളെന്നാണ്. ഇതൊരു സെൽഫ് ഇംപ്രവൈസേഷനും സെൽഫ് ലേണിംഗും ഒക്കെ തന്നെ എല്ലാം പിന്നെ ഉറപ്പായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റൈലുകൾ കണ്ടുപിടിക്കുക, പരിശ്രമിക്കുക, അങ്ങനത്തെ ബിൽഡിംഗ് ഉള്ള സ്ട്രക്ചറുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരുന്ന ഹോസ്പിറ്റലൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള കരിങ്കൽ സ്ട്രക്ചറിൽ അതും ആ ലൈറ്റിങ്ങുമായിട്ട് വളരെ ബ്ലെൻഡായിട്ട് കിടക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജോമോൻ ചെയ്തിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കുകളിലൊന്നാണ്, ഈ അടുത്ത കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കുകളിലൊന്നാണ് അയാളെ ഞാൻ തമ്മിൽ. ജോമോൻ ഒരു മാജിക് കാണിച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഞാൻ അതിൽ കാണുന്നത് ഒരു സൈക്കോളജിക്കൽ ഫ്ലവർ എന്ന് പറയും. ഒരേ ഫീൽഡിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ അതിലൊരു ഹെൽത്തി കോമ്പറ്റീഷന് എന്ന് പറയാമെങ്കിലും ഇത്രയും ഭംഗിയായിട്ട് അത് പറയാന്ന് പറയുന്നത് തന്നെ ഞാൻ ജിബുവിലെ വലിയൊരു മനസ്സാണ് കാണുന്നത്. അല്ല, ഞാൻ എപ്പോഴും ഫോളോ ജോമോനെ തുടക്കം ആദ്യത്തെ സിനിമ മുതൽ ചാപ്പാക്കുരിശ് മുതൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ്. ക്യാമറമാൻ എന്ന നിലയിലായിരിക്കാം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഗ്രോത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ അവൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്യാമറമാനാണ്. ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നന്നായിട്ട്, അതൊരു വലിയ കാര്യം തന്നെയാണ്. സിനിമോട്ടോഗ്രാഫറായിട്ട് വളരെ ചെറിയ ഇതിൽ നിന്നും ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ക്യാമറമാരിലാണ്. ഇപ്പോൾ ആരിയുടെ ഇതിൽ വരെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മറ്റേ അല്ല, ഗ്രോത്ത് എന്ന് പറയുന്നത് വെരി 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 കമന്റബിൾ. തമിഴ്, ഹിന്ദി എല്ലാം ചെയ്യുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെ ശരിക്കും മലയാളത്തിൽ നിന്ന് അവിടം വരെ എത്തുക എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവരാണ്. പണ്ട് ലിസണിങ് ടു മ്യൂസിക്, റീഡിങ് ബുക്സ് എന്ന് പറയുന്ന പോലെ ഇന്ന് എന്താണ് ഹോബി എന്ന് ചോദിച്ചാൽ ഫോട്ടോഗ്രാഫി എന്ന് എഴുതുന്നത് കാണാം. പിന്നെ ആദ്യമായിട്ട് നടക്കാൻ പഠിക്കുന്ന കുട്ടി ഒപ്പം സെൽഫി എടുക്കാനും പഠിക്കുന്ന ഒരു കാലം. അത് ഒരു വയസ്സായ കുട്ടിയും സെൽഫി എടുക്കുന്ന ഫോട്ടോ FBയിൽ ഇടുന്നൊരു കാലം. ഏതൊരു സൈക്കോളജിസ്റ്റ് പറയുണ്ടായി, ഒരാൾ 3 പ്രാവശ്യത്തിൽ കൂടുതൽ സെൽഫി എടുത്താൽ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ള നിലയിൽ ഇങ്ങനെ കാണുന്നതിന്. അല്ല, ഫോട്ടോയുടെ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിയുടെ ഇത് കുറച്ച് കൂടുതലുള്ള കാലഘട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. ആവശ്യമില്ലാത്തടത്തും ഒരു കാര്യമില്ലാത്തടത്തും ക്യാമറ എടുത്തിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എടുത്തിട്ട് മരിച്ചു കിടക്കുമ്പോഴും സെൽഫി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആവശ്യമില്ലാതെ എങ്ങനെ ക്യാമറയെ മിസ്യൂസ് ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, നമ്മുടെ കാലഘട്ടം നിൽക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ അനാവശ്യമായിട്ട് ഫോട്ടോഗ്രാഫി എന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. ആവശ്യമില്ലാത്തടത്തൊക്കെ ഇത് ചോന്നുകൊണ്ട് ഇങ്ങനെ എവിടെ എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുത്ത് ഫോട്ടോ എടുക്കുക. അത് പക്ഷേ അതിൻ്റെ വേറൊരു നല്ല വശമുണ്ട്. എനിക്ക് തോന്നിയത് അതാണ് ഈ ഫോട്ടോഗ്രാഫിയുടെ ഒരു ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വളരെ ചെറിയ ആളുകൾക്ക് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എന്തെന്നറിയാത്ത ആളുകൾക്ക് പോലും നല്ല ഷോർട്ട് ഫിലിമുകളും നല്ല അങ്ങനെയുള്ള സാധ്യതകളാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ആരെങ്കിലും മർദ്ദിക്കുന്നതും അതും ഇതൊക്കെ എടുത്തിട്ട് അതിന് മർദ്ദിക്കാതെ ആ ക്യാമറ താഴെ വെച്ചിട്ട് അവനെ പിടിച്ചിടിക്കുകയുണ്ട്. ശരിക്കും അതിലേക്ക് ഇടപെടുകയാണ് വേണ്ടത്. ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരാൾ അപകടപ്പെട്ട് നിൽക്കുമ്പോൾ ഓടി ചെല്ലുന്നതിന് പകരം ഇതിനിടയ്ക്ക് വൈറലായിട്ടുള്ള ഒരു ഇതാണ്, കയ്യൊക്കെ ഒടിഞ്ഞ് ആക്സിഡൻ്റായി 3 പേര് കിടക്കുക. അപ്പോൾ ആ വീഡിയോ എടുത്തിരിക്കുന്നു. അപ്പോൾ ആരോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു എടുത്തു മാറ്റുമെന്ന്. അപ്പോൾ അവിടെ നിൽക്കുന്ന എങ്ങനെയാണ് അയാൾക്കത് ക്യാമറയിൽ പകർത്താൻ പറ്റിയൊരു മനസ്സുണ്ടായതെന്ന് അറിയില്ല. ഏറ്റവും വലിയ ക്രൂരത അതാണ് ശരിക്കും. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ എടുത്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താതെ ഈ വീഡിയോ എടുക്കുന്നവരാണ് ഏറ്റവും വലിയ വില്ലന്മാരെന്നാണ് ഞാൻ കരുതുന്നത്, തല്ലുന്നവരേക്കാൾ കൂടുതൽ. ഒരിക്കലും നമ്മളതിൽ മാറി നിൽക്കാതെ ഫോട്ടോ എടുക്കാനല്ല ശ്രമിക്കേണ്ടത്. അയാളെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ അയാളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് പകരം വീഡിയോ എടുത്തിട്ട് ഇത് ഫേസ്ബുക്കിൽ ഇടുകയല്ല വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വില്ലന്മാരെന്ന് പറഞ്ഞപ്പോഴാണ് മുന്തിരിവള്ളി തളിർക്കുമ്പോൾ വില്ലനുണ്ടോ? ഇല്ല, അതിലങ്ങനെ ഒരു ഭയങ്കര വില്ലന്മാരൊന്നുമില്ല. പിന്നെ വില്ലൻ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്നല്ലാതെ എൻ്റെ കഴിഞ്ഞ സിനിമയിലും വില്ലന്മാരില്ല എന്ന് വേണമെങ്കിൽ പറയാം. നായകൻ തന്നെയാണ് ഏറ്റവും വലിയ വില്ലൻ. ഇതിലും അങ്ങനെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഇതായിട്ടുള്ള വില്ലനൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. വളരെ ക്യാരക്ടേഴ്സിൽ ഇവരുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ സിനിമയുടെ ഏറ്റവും വലിയത്. അപ്പോൾ എന്തായാലും ആദ്യ സിനിമ പോലെ തന്നെ മലയാളികൾ ഏറ്റെടുക്കട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.